ഓം ശാന്തി 6-9-24 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, നിങ്ങളുടെ ഈ പഠനം സോഴ്സ് ഓഫ് ഇൻകം ആണ്. ഈ പഠനത്തിലൂടെ 21 ജന്മങ്ങളിലേക്കുള്ള സമ്പാദ്യത്തിൻ്റെ ഒരുക്കങ്ങൾ നടക്കുന്നു. ചോദ്യം: മുക്തിധാമത്തിൽ പോകുന്നത് സമ്പാദ്യമാണോ അതോ നഷ്ടമാണോ? ഉത്തരം: ഭക്തരെ സംബന്ധിച്ച് ഇതും സമ്പാദ്യമാണ്. കാരണം പകുതി കൽപ്പമായി ശാന്തി ശാന്തി എന്ന് യാചിച്ചു വന്നു. വളരെയധികം പ്രയത്നത്തിനു ശേഷവും ശാന്തി ലഭിച്ചില്ല. ഇപ്പോൾ ബാബയിലൂടെ ശാന്തി ലഭിക്കുന്നു, അതായത് മുക്തിധാമത്തിലേക്ക് പോകുന്നു. അപ്പോൾ ഇതും പകുതി കൽപ്പത്തെ പ്രയത്നത്തിനുള്ള ഫലമായി. അതിനാൽ ഇതിനെയും സമ്പാദ്യം എന്നാണ് പറയുക, നഷ്ടം എന്നല്ല. കുട്ടികളായ നിങ്ങളാണെങ്കിൽ ജീവൻ മുക്തിയിൽ പോകാനുള്ള പുരുഷാർത്ഥം ചെയ്യുന്നു. നിങ്ങളുടെ ബുദ്ധിയിൽ ഇപ്പോൾ മുഴുവൻ വേൾഡിൻ്റെ ഹിസ്റ്ററിയും ജോഗ്രഫിയും നൃത്തമാടിക്കൊണ്ടിരിക്കുന്നു. ഓം ശാന്തി. മധുരമായ ആത്മീയ കുട്ടികൾക്ക് ആത്മീയ പിതാവ് ഇത് മനസ്സിലാക്കിച്ചു തന്നു. ആത്മാവ് തന്നെയാണ് എല്ലാം മനസ്സിലാക്കുന്നത്. ഈ സമയത്ത് കുട്ടികളായി നിങ്ങളെ ആത്മീയ ലോകത്തിലേക്ക് ബാബ കൊണ്ടുപോകുന്നു. അതിനെ പറയുന്നത് ആത്മീയ ദൈവിക ലോകം എന്നാണ്. ഇതിനെ പറയുന്നത് ഭൗതിക ലോകം, മനുഷ്യരുടെ ലോകം എന്നുമാണ്. കുട്ടികൾ മനസ്സിലാക്കുന്നു, ദൈവിക ലോകം ഉണ്ടായിരുന്നു. ആ ദൈവിക മനുഷ്യരുടെ പവിത്ര ലോകമുണ്ടായിരുന്നു. ഇപ്പോൾ മനുഷ്യർ അപവിത്രമാണ്. അതിനാൽ ആ ദേവതമാരുടെ മഹിമയും പൂജയും ചെയ്യുന്നു. തീർച്ചയായും ആദ്യം വൃക്ഷത്തിൽ ഒരേ ഒരു ധർമ്മമാണ് ഉണ്ടായിരിക്കുക എന്നത് സ്മൃതിയിലുണ്ട്. വിരാട് രൂപത്തിൽ വൃക്ഷത്തെക്കുറിച്ചും മനസ്സിലാക്കിച്ചു കൊടുക്കണം. ഈ വൃക്ഷത്തിൻ്റെ ബീജരൂപം മുകളിലാണ്. വൃക്ഷത്തിൻ്റെ ബീജമാണ് ബാബ. പിന്നെ ഏതുപോലെ ബീജം അതുപോലെ ഫലം, അതായത് ഇലകൾ വരുന്നു. ഇതും വണ്ടറാണല്ലോ. എത്ര ചെറിയ വസ്തു എത്ര ഫലം നൽകുന്നു, അതിൻ്റെ രൂപം എത്ര മാറുന്നു. ഈ മനുഷ്യ സൃഷ്ടിരൂപി വൃക്ഷത്തെ ആരും തന്നെ അറിയുന്നില്ല. ഇതിനെ കൽപ്പവൃക്ഷം എന്ന് പറയുന്നു. ഗീതയിൽ ഇത്രമാത്രം വർണ്ണിക്കപ്പെട്ടിരിക്കുന്നു. ഗീത തന്നെയാണ് നമ്പർ 1 ധർമ്മത്തിൻ്റെ ശാസ്ത്രം എന്നെല്ലാവരും അറിയുന്നു. ശാസ്ത്രവും നമ്പർ വൈസ് ആണല്ലോ. എങ്ങനെയാണ് നമ്പർ അനുസരിച്ച് ധർമ്മങ്ങളുടെ സ്ഥാപനം ഉണ്ടാകുന്നത് എന്നതും കേവലം നിങ്ങൾ തന്നെയാണ് മനസ്സിലാക്കുന്നത്. മറ്റാരിലും ഈ ജ്ഞാനമില്ല. നിങ്ങളുടെ ബുദ്ധിയിലുണ്ട്. ആദ്യം ഏത് ധർമ്മത്തിൻ്റെ വൃക്ഷമുണ്ടാകുന്നു, പിന്നെ അതിൽ മറ്റ് ധർമ്മങ്ങളുടെ അഭിവൃദ്ധി എങ്ങനെ ഉണ്ടാകുന്നു. ഇതിനെ വിരാട് നാടകം എന്ന് പറയുന്നു. കുട്ടികളുടെ ബുദ്ധിയിൽ മുഴുവൻ വൃക്ഷവുമുണ്ട്. വൃക്ഷത്തിൻ്റെ ഉൽപ്പത്തി എങ്ങനെ ഉണ്ടാകുന്നു? മുഖ്യമായ കാര്യം ഇതാണ്. ദേവി ദേവന്മാരുടെ വൃക്ഷം ഇപ്പോൾ ഇല്ല. മറ്റെല്ലാ ശാഖോപശാഖകളും നിൽക്കുകയാണ്. ബാക്കി ആദി സനാതന ദേവി ദേവതാ ധർമ്മത്തിൻ്റെ ഫൗണ്ടേഷനേ ഇല്ല. ഒരു ആദി സനാതന ദേവീ ദേവതാ ധർമ്മത്തിൻ്റെ സ്ഥാപന ചെയ്യുന്നുവെന്നും ബാക്കി എല്ലാ ധർമ്മങ്ങളുടെയും വിനാശം ഉണ്ടാകുന്നുവെന്നും പാടപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ അറിയുന്നുണ്ട് എത്ര ചെറിയ ദൈവിക വൃക്ഷം ആയിരിക്കും. പിന്നെ ഇത്രയും ധർമ്മങ്ങളെല്ലാം ഉണ്ടായിരിക്കുകയില്ല. വൃക്ഷം ആദ്യം ചെറുതായിരിക്കും, പിന്നെ വളർന്നുകൊണ്ടിരിക്കും. വളർന്ന് ഇപ്പോൾ എത്ര വലുതായിരിക്കുകയാണ്. ഇപ്പോൾ ഇതിൻ്റെ ആയുസ് പൂർത്തിയാകുന്നു. ഇതുമായി ബനിയൻ ട്രീയുടെ ഉദാഹരണം വളരെ നന്നായി മനസ്സിലാക്കിക്കുന്നു. ഇതും ഗീതയുടെ ജ്ഞാനമാണ്. അത് ബാബ നിങ്ങളെ നേരിട്ടിരുന്ന് കേൾപ്പിക്കുന്നു. അതിലൂടെ നിങ്ങൾ രാജാക്കന്മാരുടെയും രാജാവാകുന്നു. പിന്നെ ഭക്തിമാർഗത്തിൽ ഈ ഗീതാശാസ്ത്രവും മറ്റും ഉണ്ടാകും. ഈ അനാദി ഡ്രാമ ഉണ്ടാക്കപ്പെട്ടതാണ്. വീണ്ടും ഇങ്ങനെ തന്നെ ഉണ്ടാകും. പിന്നെ ഏതെല്ലാം ധർമ്മ സ്ഥാപിതമാകുന്നു അതിൻ്റെ അവരുടേതായ ശാസ്ത്രമുണ്ടാകും. സിഖ് ധർമ്മത്തിൻ്റെ അവരുടേതായ ശാസ്ത്രം, ക്രിസ്ത്യൻസിൻ്റെയും ബൗദ്ധരുടെയും അവരുടേതായ ശാസ്ത്രം ഉണ്ടാകും.
ഇപ്പോൾ നിങ്ങളുടെ ബുദ്ധിയിൽ മുഴുവൻ വേൾഡിൻ്റെയും ഹിസ്റ്ററിയും ജോഗ്രഫിയും നൃത്തമാടിക്കൊണ്ടിരിക്കുന്നു. ബുദ്ധി ജ്ഞാന ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ മുഴുവൻ വൃക്ഷത്തെയും അറിഞ്ഞു കഴിഞ്ഞു. ഇങ്ങനെയെല്ലാമാണ് ധർമ്മങ്ങൾ വരുന്നത്. എങ്ങനെ അഭിവൃദ്ധി പ്രാപിക്കുന്നു? പിന്നെ നമ്മുടെ ഒരു ധർമ്മം സ്ഥാപിതമാകുന്നു, ബാക്കിയുള്ളവ ഇല്ലാതായി പോകുന്നു. ജ്ഞാന സൂര്യൻ പ്രകടമായി എന്ന് പാടുന്നുവല്ലോ. ഇപ്പോൾ തീർത്തും അന്ധകാരമാണല്ലോ. എത്ര അനേകം മനുഷ്യരുണ്ട്! പിന്നെ ഇത്രയും പേരേവരും ഉണ്ടായിരിക്കുകയേയില്ല. ഈ ലക്ഷ്മി നാരായണന്റെ രാജ്യത്തിൽ ഇവർ ഉണ്ടായിരുന്നില്ല. വീണ്ടും ഒരു ധർമ്മം സ്ഥാപനമാവുക തന്നെ വേണം. ഈ നോളജ് ബാബ തന്നെയാണ് വന്ന് കേൾപ്പിക്കുന്നത്. കുട്ടികളായി നിങ്ങൾ സമ്പാദ്യത്തിന് വേണ്ടി എത്ര നോളജ് വന്ന് പഠിക്കുന്നു. ബാബ ടീച്ചറായി വരുന്നു. അപ്പോൾ പകുതി കൽപ്പത്തേക്ക് നിങ്ങളുടെ സമ്പാദ്യത്തിൻ്റെ ഒരുക്കങ്ങൾ നടക്കുന്നു. നിങ്ങൾ വളരെയധികം ധനികരായി മാറുന്നു. നിങ്ങൾക്കറിയാം, ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് അവിനാശി ജ്ഞാനരത്നങ്ങളുടെ പഠനമാണ്. ഭക്തിയെ അവിനാശി ജ്ഞാനരത്നം എന്ന് പറയില്ല. ഭക്തിയിൽ മനുഷ്യർ എന്തെല്ലാം പഠിക്കുന്നുവോ അതിലൂടെ നഷ്ടം തന്നെയാണ് ഉണ്ടാകുന്നത്, രത്നം ആകുന്നില്ല. ജ്ഞാനരത്നങ്ങളുടെ സാഗരം എന്ന് ഒരു ബാബയെ തന്നെയാണ് പറയുന്നത്. പിന്നെ അത് ഭക്തിയാണ്. അതിൽ ഏതെങ്കിലും എയിം ഓബ്ജക്റ്റ് ഇല്ല, സമ്പാദ്യമില്ല. സമ്പാദ്യത്തിന് വേണ്ടിയാണെങ്കിൽ സ്കൂളിൽ പഠിക്കുന്നു. പിന്നെ ഭക്തി ചെയ്യുന്നതിനായി ഗുരുവിൻ്റെ അടുക്കൽ പോകുന്നു. ചിലർ യൗവനത്തിൽ ഗുരുവിനെ സ്വീകരിക്കുന്നു, ചിലർ വാർദ്ധക്യത്തിൽ ഗുരുവിനെ സ്വീകരിക്കുന്നു, ചിലർ ശൈശവത്തിൽ തന്നെ സന്യാസം സ്വീകരിക്കുന്നു. കുംഭമേളയ്ക്ക് എത്ര അനേകം പേർ വരുന്നു. സത്യയുഗത്തിൽ ഇവയൊന്നും ഉണ്ടായിരിക്കില്ല. കുട്ടികളായ നിങ്ങളുടെ സ്മൃതിയിൽ എല്ലാ കാര്യങ്ങളും വന്നു കഴിഞ്ഞു. രചയിതാവിനെയും രചനയുടെ ആദിമധ്യ അന്ത്യത്തെയും നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞു. അവരാണെങ്കിൽ കൽപ്പത്തിൻ്റെ ആയുസ് തന്നെ നീണ്ടതാക്കി. ഈശ്വരൻ സർവവ്യാപി എന്ന് പറഞ്ഞു. ജ്ഞാനത്തെക്കുറിച്ച് അറിയില്ല. ബാബ വന്ന് അജ്ഞാന നിദ്രയിൽ നിന്നും ഉണർത്തുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ജ്ഞാനത്തിൻ്റെ ധാരണ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ബാറ്ററി നിറഞ്ഞുകൊണ്ടിരിക്കുന്നു. ജ്ഞാനത്തിലൂടെ സമ്പാദ്യമാണ്, ഭക്തിയിലൂടെ നഷ്ടമാണ്. നഷ്ടത്തിൻ്റെ സമയം പൂർത്തിയാകുമ്പോൾ സമയത്തിന് തന്നെ ബാബ സമ്പാദ്യം ചെയ്യിക്കുവാൻ വരുന്നു. മുക്തിയിൽ പോകുന്നതും സമ്പാദ്യമാണ്. ശാന്തി എല്ലാവരും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ശാന്തി ദേവ എന്ന് പറയുമ്പോൾ ബുദ്ധി ബാബയുടെ നേർക്ക് പോകുന്നു. വിശ്വത്തിൽ ശാന്തി ഉണ്ടാകണം എന്ന് പറയുന്നു. എന്നാൽ അതെങ്ങനെ ഉണ്ടാകും? ഇത് ആർക്കും അറിയില്ല. ശാന്തിധാമവും സുഖധാമവും വേറെയാണ്. ഇതും അറിയുന്നില്ല. ആരാണോ ആദ്യ നമ്പറിലേതായിരുന്നത് അദ്ദേഹത്തിനും യാതൊന്നും അറിയാമായിരുന്നില്ല. ഇപ്പോൾ നിങ്ങൾക്ക് മുഴുവൻ നോളജുമുണ്ട്. നിങ്ങൾ അറിയുന്നുണ്ട്, നമ്മൾ ഈ കർമ്മക്ഷേത്രത്തിൽ കർമ്മത്തിൻ്റെ പാർട്ട് അഭിനയിക്കാൻ വന്നിരിക്കുകയാണ്. എവിടെ നിന്നും വന്നു? ബ്രഹ്മലോകത്തിൽ നിന്നും. നിരാകാരി ലോകത്തിൽ നിന്നും വന്നിരിക്കുകയാണ് ഈ സാകാരി ലോകത്തിൽ പാർട്ട് അഭിനയിക്കുവാൻ. നമ്മൾ ആത്മാക്കൾ മറ്റൊരു സ്ഥാനത്ത് വസിക്കുന്നവരാണ്. ഇവിടെ ഈ 5 തത്വങ്ങളുടെ ശരീരമുണ്ട്. ശരീരം ഉള്ളതിനാലാണ് നമുക്ക് സംസാരിക്കാൻ സാധിക്കുന്നത്. നമ്മൾ ചൈതന്യ പാർട്ട്ധാരിയാണ്. ഈ ഡ്രാമയുടെ ആദിമധ്യ അന്ത്യത്തെ നമ്മൾ അറിയുന്നില്ല എന്ന് ഇപ്പോൾ നിങ്ങൾ പറയുകയില്ല. മുൻപ് അറിയാമായിരുന്നില്ല. തൻ്റെ പിതാവിനെ, തൻ്റെ വീടിനെ, തൻ്റെ രൂപത്തെ യഥാർത്ഥ രീതിയിൽ അറിഞ്ഞിരുന്നില്ല. ഇപ്പോൾ അറിയുന്നുണ്ട്. ആത്മാവ് ഇങ്ങനെയാണ് പാർട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. സ്മൃതി വന്നു. മുൻപ് സ്മൃതി ഉണ്ടായിരുന്നില്ല. നിങ്ങൾക്കറിയാം, സത്യമായ ബാബ തന്നെയാണ് സത്യം കേൾപ്പിക്കുന്നത്. അതിലൂടെ നമ്മൾ സത്യഖണ്ഡത്തിലെ അധികാരിയായി മാറുന്നു. സത്യത്തെക്കുറിച്ചും സുഖമണി, അതായത് സിഖ് ഗ്രന്ഥത്തിലുണ്ട്. സത്യം എന്ന് പറയുന്നത് സത്യഖണ്ഡത്തെയാണ്. ദേവതമാരേവരും സത്യം പറയുന്നവരാണ്. സത്യം പഠിപ്പിക്കുന്നവൻ ബാബയാണ്. ആ ഒന്നിനെ നോക്കൂ, എത്ര മഹിമയാണുള്ളത്. ആ ഒന്ന്
വൃക്ഷത്തിൻ്റെ ആദ്യ മധ്യ അന്ത്യത്തെ അറിയുന്നു. സത്യമായ ബാബ കേൾപ്പിക്കുന്നു. അപ്പോൾ കുട്ടികളായ നിങ്ങൾ സത്യത ഉള്ളവരായി മാറുന്നു. സത്യഖണ്ഡവും ഉണ്ടാകുന്നു. ഭാരതം സത്യഖണ്ഡം ആയിരുന്നു. നമ്പർ 1 ഉയർന്നതിലും ഉയർന്ന തീർത്ഥസ്ഥാനവും ഇതാണ്. കാരണം സർവരുടെയും സദ്ഗതി ചെയ്യുന്ന ബാബ ഭാരതത്തിൽ തന്നെയാണ് വരുന്നത്. ഒരു ധർമ്മത്തിൻ്റെ സ്ഥാപനയുണ്ടാകുന്നു, ബാക്കി എല്ലാത്തിൻ്റെയും വിനാശമുണ്ടാകുന്നു. ബാബ മനസ്സിലാക്കിച്ചു തന്നിട്ടുണ്ട്, സൂക്ഷ്മവതനത്തിൽ യാതൊന്നുമില്ല, ഇതെല്ലാം സാക്ഷാത്കാരം ഉണ്ടാകുന്നതാണ്. ഭക്തിമാർഗത്തിലും സാക്ഷാത്കാരം ഉണ്ടാകുന്നു. സാക്ഷാത്കാരം ഉണ്ടാകുന്നില്ലെങ്കിൽ ഇത്രയും ക്ഷേത്രങ്ങളും മറ്റും എങ്ങനെ ഉണ്ടാകുമായിരുന്നു? എങ്ങനെ പൂജ നടക്കുമായിരുന്നു? സാക്ഷാത്കാരം കാണുന്നു, ഇത് ചൈതന്യമായിരുന്നു എന്ന് ഫീൽ ചെയ്യുന്നു. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, ഭക്തിമാർഗത്തിൽ ഏതെല്ലാം ക്ഷേത്രങ്ങളും മറ്റും നിർമ്മിക്കപ്പെടുന്നുവോ, എന്തെല്ലാം നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്തുവോ അതെല്ലാം റിപ്പീറ്റ് ആകും. ചക്രം തിരിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ജ്ഞാനത്തിൻ്റെയും ഭക്തിയുടെയും കളി ഉണ്ടാക്കപ്പെട്ടിരിക്കുകയാണ്. ജ്ഞാനം, ഭക്തി, വൈരാഗ്യം എന്ന് എല്ലായ്പ്പോഴും പറയുന്നു. എന്നാൽ ഡീറ്റെയിലായി ഒന്നും അറിയുന്നില്ല. ബാബ ഇരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നു, ജ്ഞാനമാണ് പകൽ, ഭക്തിയാണ് രാത്രി. വൈരാഗ്യം രാത്രിയുടേതാണ്, വീണ്ടും പകൽ ഉണ്ടാകുന്നു. ഭക്തിയിൽ ദുഃഖമാണ്, അതിനാൽ അതിനോട് വൈരാഗ്യം. സുഖത്തിനോട് വൈരാഗ്യം എന്ന് പറയില്ല. സന്യാസവും മറ്റും സ്വീകരിക്കുന്നതും ദുഃഖം കാരണമാണ്. പവിത്രതയിൽ സുഖമുണ്ട് എന്ന് മനസ്സിലാക്കുന്നു, അതിനാൽ സ്ത്രീയെ ത്യജിച്ച് പോയിക്കളയുന്നു. ഇക്കാലത്താണെങ്കിൽ ധനികരും ആയിരിക്കുകയാണ്. കാരണം സമ്പത്തില്ലാതെ സുഖം ലഭിക്കുക സാധ്യമല്ല. മായ യുദ്ധം ചെയ്ത് കാട്ടിൽ നിന്നും പട്ടണത്തിലേക്ക് കൊണ്ടുവരുന്നു. വിവേകാനന്ദനും രാമകൃഷ്ണനും 2 വലിയ സന്യാസിമാർ ഉണ്ടായിരുന്ന ശേഷം പോയി. സന്യാസത്തിൻ്റെ ശക്തി രാമകൃഷ്ണനിൽ ഉണ്ടായിരുന്നു. പിന്നെ ഭക്തിയെക്കുറിച്ച് മനസ്സിലാക്കിക്കുക, അത് വിവേകാനന്ദൻ്റേതായിരുന്നു. 2 പേരുടെയും പുസ്തകങ്ങളുണ്ട്. പുസ്തകം എഴുതുമ്പോൾ ഏകാഗ്രചിത്തരായിരുന്ന് എഴുതുന്നു. രാമകൃഷ്ണൻ തൻ്റെ ബയോഗ്രഫി എഴുതുമായിരുന്നപ്പോൾ ശിഷ്യനോടും പറഞ്ഞു, നീ അകലെ പോയിരിക്കൂ. വളരെ തീവ്രമായ കടുത്ത സന്യാസിയായിരുന്നു. പേരും വളരെയധികമുണ്ട്. ബാബ സ്ത്രീയെ അമ്മയെന്ന് വിളിക്കാൻ പറയുന്നില്ല. ബാബ പറയുന്നു, അവരെയും ആത്മാവായി മനസ്സിലാക്കൂ. ആത്മാക്കൾ ഏവരും സഹോദരന്മാരാണ്. സന്യാസിമാരുടെ കാര്യം വേറെയാണ്. അദ്ദേഹം സ്ത്രീയെ അമ്മയായി മനസ്സിലാക്കി. ഇരുന്ന് അമ്മയെ പ്രശംസിച്ചു. ഇത് ജ്ഞാനത്തിൻ്റെ വഴിയാണ്. വൈരാഗ്യത്തിൻ്റെ കാര്യം വേറെയാണ്. വൈരാഗ്യത്തിൽ വന്ന് സ്ത്രീയെ അമ്മയായി മനസ്സിലാക്കി. മാതാവ് എന്ന വാക്കിൽ ക്രിമിനൽ ഐ ഉണ്ടാകില്ല. സഹോദരി എന്നതിൽ പോലും ക്രിമിനൽ ദൃഷ്ടി വന്നേക്കാം. മാതാവിൽ ഒരിക്കലും മോശമായ ചിന്ത വരില്ല. പിതാവിന് പുത്രിയിലും ക്രിമിനൽ ദൃഷ്ടി വന്നേക്കാം. അമ്മയിൽ ഒരിക്കലും വരികയില്ല. സന്യാസിമാർ സ്ത്രീയെ അമ്മയായി മനസ്സിലാക്കാൻ തുടങ്ങി. അവരുടെ കാര്യത്തിൽ ലോകം എങ്ങനെ നടക്കും, ജനനം എങ്ങനെ ഉണ്ടാകും എന്നൊന്നും പറയുന്നില്ല. അതാകട്ടെ, ഒരാൾക്ക് വൈരാഗ്യം വന്നു, അമ്മ എന്ന് പറഞ്ഞു. ആ ഒന്നിനും നോക്കൂ, എത്ര മഹിമയാണുള്ളത്. ഇവിടെ സഹോദരിയും സഹോദരനുമാണ് എന്ന് പറഞ്ഞിട്ടും വളരെ പേരുടെ ദൃഷ്ടി പോകുന്നു. അതിനാൽ ബാബ പറയുന്നു, സഹോദരന്മാരായി മനസ്സിലാക്കൂ. ഇത് ജ്ഞാനത്തിൻ്റെ കാര്യമാണ്. അതാണെങ്കിൽ ഒരാളുടെ കാര്യമാണ്. ഇവിടെയാണെങ്കിൽ പ്രജാപിത ബ്രഹ്മാവിൻ്റെ സന്താനങ്ങളായ അനേകം സഹോദരി സഹോദരന്മാരുണ്ടല്ലോ. ബാബയിരുന്ന് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിച്ചു തരുന്നു. ഇദ്ദേഹവും ശാസ്ത്രവും മറ്റും പഠിച്ചിട്ടുണ്ട്. ആ ധർമ്മം തന്നെ വേറെയാണ്. നിവൃത്തി മാർഗത്തിൻ്റെതാണ്. കേവലം പുരുഷന്മാർക്ക് വേണ്ടിയുള്ളതാണ്. അത് പരിധിയുള്ള വൈരാഗ്യമാണ്. നിങ്ങൾക്കാണെങ്കിൽ മുഴുവൻ പരിധിയില്ലാത്ത ലോകത്തോടും വൈരാഗ്യമാണ്. സംഗമത്തിൽ തന്നെയാണ് ബാബ വന്ന് നിങ്ങളെ പരിധിയില്ലാത്ത കാര്യങ്ങൾ മനസ്സിലാക്കിക്കുന്നത്. ഇപ്പോൾ ഈ പഴയ ലോകത്തോട് വൈരാഗ്യം വരുത്തണം.
ഇത് വളരെ പതീതമായ മോശമായ ലോകമാണ്. ഇവിടെ ശരീരം പാവനമാവുക സാധ്യമല്ല. ആത്മാവിന് പുതിയ ശരീരം സത്യയുഗത്തിൽ മാത്രമേ ലഭിക്കുകയുള്ളൂ. ഇവിടെ ആത്മാവ് പവിത്രമാകുന്നു എങ്കിലും ശരീരം ഏതായാലും അപവിത്രമാണ്, കർമാതീത അവസ്ഥ ഉണ്ടാകുന്നതുവരെയും. സ്വർണത്തിൽ കലർപ്പ് ചേരുമ്പോൾ ആഭരണവും കലർപ്പുള്ളതാകുന്നു. കലർപ്പ് മാറണം, അപ്പോൾ ആഭരണവും സത്യമായതാകും. ഈ ലക്ഷ്മി നാരായണൻ്റെ ആത്മാവും ശരീരവും രണ്ടും സദോ പ്രധാനമാണ്. നിങ്ങളുടെ ആത്മാവും ശരീരവും തമോ പ്രധാനവും കറുപ്പുമാണ്. ആത്മാവ് കാമചിതയിലിരുന്ന് കറുത്തുപോയി. ബാബ പറയുന്നു, വീണ്ടും ഞാൻ വന്ന് കറുപ്പിൽ നിന്നും വെളുപ്പാക്കുന്നു. ഈ മുഴുവൻ കാര്യവും ജ്ഞാനത്തിൻ്റെതാണ്. പിന്നെ ജലത്തിൻ്റെയോ മറ്റോ കാര്യമില്ല. എല്ലാവരും കാമചിതയിലിരുന്ന് പതീതമായിരിക്കുകയാണ്. അതിനാൽ രാഖി ബന്ധിക്കപ്പെടുന്നു. പാവനമാകാനുള്ള പ്രതിജ്ഞ ചെയ്യൂ. ബാബ പറയുന്നു, ഞാൻ ആത്മാക്കളോട് സംസാരിക്കുന്നു. ഞാൻ ആത്മാക്കളുടെ പിതാവാകുന്നു. ആ ഒന്നിനെ നിങ്ങൾ ഓർമ്മിച്ചു വന്നു. ബാബ വരൂ, നമ്മളെ സുഖധാമത്തിലേക്ക് കൊണ്ടുപോകൂ, ദുഃഖം ഹരിക്കൂ. കലിയുഗത്തിൽ അപാര ദുഃഖമാണുള്ളത്. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, നിങ്ങൾ കാമചിതയിലിരുന്ന് കറുപ്പും തമോ പ്രധാനവും ആയിരിക്കുന്നു. ഇപ്പോൾ ഞാൻ വന്നിരിക്കുകയാണ് കാമചിതയിൽ നിന്നും ഇറക്കി ജ്ഞാനചിതയിൽ ഇരുത്തുന്നതിനായി. ഇപ്പോൾ പവിത്രമായി സ്വർഗത്തിലേക്ക് പോകേണ്ടതുണ്ട്. ബാബയെ ഓർമ്മിക്കേണ്ടതുണ്ട്. ബാബ ആകർഷിക്കുന്നു. ബാബയുടെ അടുക്കൽ യുഗൾ, അതായത് ദമ്പതികൾ വരുന്നു. ഒരാൾക്ക് ആകർഷണമുണ്ടാകുന്നു, മറ്റേയാൾക്ക് ഉണ്ടാകുന്നില്ല. പുരുഷൻ ഉടനെ പറയുന്നു, ഞാൻ ഈ അന്തിമ ജന്മത്തിൽ പവിത്രമായിരിക്കും, കാമചിതയിൽ കയറുകയില്ല. നിശ്ചയമുണ്ടായി എന്നല്ല, അഥവാ നിശ്ചയമുണ്ടാകുന്നുവെങ്കിൽ പരിധിയില്ലാത്ത ബാബയ്ക്ക് കത്തെഴുതിയേനെ, കണക്ഷനിൽ ഇരുന്നേനെ. പവിത്രമായി കഴിയുന്നു എന്ന് കേട്ടിട്ടുണ്ട്. തൻ്റെ ജോലിയിലും മറ്റും തന്നെ ലഹരി പിടിച്ചിരിക്കുന്നു. എവിടെയാണ് ബാബയെ ഓർമ്മിക്കുന്നത്? ഇങ്ങനെയുള്ള ബാബയെ വളരെയധികം ഓർമ്മിക്കേണ്ടതാണ്. സ്ത്രീ പുരുഷന്മാർക്ക് പരസ്പരം എത്ര സ്നേഹമുണ്ടായിരിക്കും. പതിയെ എത്ര ഓർമ്മിക്കുന്നു. പരിധിയില്ലാത്ത ബാബയെ ഏറ്റവും കൂടുതൽ ഓർമ്മിക്കേണ്ടതാണ്. സ്നേഹിച്ചാലും തള്ളിക്കളഞ്ഞാലും നമ്മൾ ഒരിക്കലും കൈ ഉപേക്ഷിക്കുകയില്ല എന്ന് പാടപ്പെട്ടിട്ടുമുണ്ടല്ലോ. ഇവിടെ വന്ന് താമസിക്കണം എന്നല്ല, വീടും കുടുംബവും ഉപേക്ഷിച്ച് ഇവിടെ വന്നിരിക്കുന്നത് സന്യാസമായി. നിങ്ങളോട് പറയുന്നു, ഗൃഹസ്ഥ വ്യവഹാരത്തിൽ ഇരുന്നു കൊണ്ട് പവിത്രമാകൂ. ആദ്യം ഈ ഭട്ടി ഉണ്ടാകണമായിരുന്നു. അതിലൂടെ ഇത്രയും പേർ തയ്യാറായി വന്നു. അവരുടെയും വളരെ നല്ല വൃത്താന്തമാണ്, ചരിത്രമുണ്ട്. ആരാണോ ബാബയുടേതായ ശേഷം ഉള്ളിൽ അഥവാ യജ്ഞത്തിൽ കഴിഞ്ഞുകൊണ്ടും ആത്മീയ സർവീസ് ചെയ്യാത്തത്, അവർ പോയി ദാസദാസിമാരാകുന്നു. പിന്നെ അവസാനം നമ്പർ അനുസരിച്ച്, പുരുഷാർത്ഥമനുസരിച്ച് കിരീടം ലഭിക്കുന്നു. അവരുടെയും വംശാവലി ഉണ്ടായിരിക്കും. പ്രജയിലേക്ക് വരാൻ സാധിക്കില്ല. പുറത്തുള്ള ആരെങ്കിലും വന്നാൽ ഉള്ളിലുള്ളവർ ആകാൻ സാധിക്കില്ല. വല്ലഭാചാരികൾ പുറത്തുള്ളവരെ ഒരിക്കലും അകത്ത് വരാൻ അനുവദിക്കുന്നില്ല. ഇതെല്ലാം മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. ജ്ഞാനം സെക്കൻഡിൻ്റേതാണ്. പിന്നെ ബാബയെ ജ്ഞാനത്തിൻ്റെ സാഗരം എന്നെന്തുകൊണ്ട് പറയുന്നു? മനസ്സിലാക്കിച്ചു തന്നുകൊണ്ടേയിരിക്കുന്നു. അവസാനം വരെയും മനസ്സിലാക്കിച്ചു തന്നുകൊണ്ടേയിരിക്കും. എപ്പോഴാണോ രാജധാനി സ്ഥാപിതമാകുന്നത്, നിങ്ങൾ കർമാതീത അവസ്ഥയിൽ എത്തിച്ചേരുന്നത്, പിന്നെ ജ്ഞാനം പൂർത്തിയാകും. സെക്കൻഡിൻ്റെ കാര്യമാണ്. എന്നാൽ വീണ്ടും മനസ്സിലാക്കിക്കേണ്ടി വരുന്നു. പരിധിയുള്ള പിതാവിൽ നിന്നും പരിധിയുള്ള സമ്പത്താണ്. പരിധിയില്ലാത്ത പിതാവ് വിശ്വത്തിൻ്റെ അധികാരിയാക്കുന്നു. നിങ്ങൾ സുഖധാമത്തിലേക്ക് പോകും. അപ്പോൾ ബാക്കി എല്ലാവരും ശാന്തിധാമത്തിലേക്ക് പോകും. അവിടെയാണെങ്കിൽ സുഖം തന്നെ സുഖമാണ്. ഇത് സൽക്കാരമാണ്. ബാബ വന്നിരിക്കുകയാണ്. നമ്മൾ പുതിയ ലോകത്തിൻ്റെ അധികാരിയായിക്കൊണ്ടിരിക്കുന്നു, രാജയോഗത്തിൻ്റെ പഠനത്തിലൂടെ. ശരി, മധുരമധുരമായ
വളരെ കാലം വേർപിരിഞ്ഞ ശേഷം തിരിച്ചു കിട്ടിയ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ് ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ഈ പതീത മോശമായ ലോകത്തോട് പരിധിയില്ലാത്ത വൈരാഗ്യം വച്ച് ആത്മാവിനെ പാവനമാക്കാനുള്ള പൂർണ്ണമായ പുരുഷാർത്ഥം ചെയ്യണം. ഒരു ബാബയുടെ തന്നെ ആകർഷണത്തിൽ ഇരിക്കണം. ജ്ഞാനത്തിൻ്റെ ധാരണയിലൂടെ തൻ്റെ ബാറ്ററി നിറയ്ക്കണം. ജ്ഞാനരത്നങ്ങൾ കൊണ്ട് സ്വയം തന്നെ ധനികനാക്കണം. ഇപ്പോൾ സമ്പാദ്യത്തിനുള്ള സമയമാണ്. അതിനാൽ നഷ്ടത്തിൽ നിന്നും സംരക്ഷിക്കണം. വരദാനം: ജ്ഞാനരത്നങ്ങൾ ധാരണ ചെയ്ത് വ്യർത്ഥത്തെ സമാപ്തമാക്കുന്ന ഹോളി ഹംസമായി ഭവിക്കട്ടെ. ഹോളി ഹംസത്തിന് 2 വിശേഷതകളുണ്ട്. ഒന്നാണ് ജ്ഞാനരത്നങ്ങൾ പെറുക്കുന്നത്. രണ്ടാമത്തേതാണ് നിർണയശക്തിയിലൂടെ പാലിനെയും ജലത്തിനെയും വേർതിരിക്കുന്നത്. പാലും ജലവും എന്നതിൻ്റെ അർത്ഥമാണ് സമ്മർദ്ദത്തിൻ്റെയും വ്യർത്ഥത്തിൻ്റെയും നിർണയം. വ്യർത്ഥത്തെ ജലത്തിന് സമാനം എന്ന് പറയുന്നു, സമ്മർദ്ദത്തെ പാലിന് സമാനം എന്നും. അപ്പോൾ വ്യർത്ഥത്തെ സമാപ്തമാക്കുക എന്നാൽ ഹോളി ഹംസമാവുക എന്നർത്ഥം. ഓരോ സമയത്തും ബുദ്ധിയിൽ ജ്ഞാനരത്നങ്ങൾ ചലിച്ചുകൊണ്ടിരിക്കട്ടെ, മനനം നടന്നുകൊണ്ടിരിക്കട്ടെ. അപ്പോൾ രത്നങ്ങളാൽ നിറഞ്ഞവരാകും. സ്ലോഗൻ: സദാ തൻ്റെ ശ്രേഷ്ഠ പൊസിഷനിൽ സ്ഥിതി ചെയ്ത് ഓപ്പോസിഷനെ സമാപ്തമാക്കുന്നവർ തന്നെയാണ് വിജയി ആത്മാവ്. ഓം ശാന്തി. ഒരു ബാബ, രണ്ടാമതാരുമില്ല എന്ന ഗഹന തപസ്യയുടെ വിധിയിലൂടെ ഞാൻ ആത്മാവ് വിധാതാവും വരദാതാവുമായ ബാബയിൽ നിന്നും ശാന്തിയുടെയും ശക്തിയുടെയും ഖജനാവുകൾ ശേഖരിക്കുകയാണ്. സമ്പന്നമായ സ്ഥിതി കൈവരിക്കുകയാണ്. മന്മനാഭവയുടെ മന്ത്രസ്വരൂപമായ ഞാൻ ലൈറ്റ് ഹൗസ്, മൈറ്റ് ഹൗസ് ആകുന്നു. വിശ്വത്തിൽ വിദൂര സ്ഥാനങ്ങളിലായി അശാന്തരും ബലഹീനരുമായ എത്ര ആത്മാക്കളാണ്. അങ്ങനെയുള്ള ആത്മാക്കൾക്ക് ഞാൻ ശാന്തിയുടെയും ശക്തിയുടെയും പ്രകാശകിരണങ്ങൾ നൽകുകയാണ്. ഈ ശ്രേഷ്ഠ വൈബ്രേഷൻ വിശ്വമാകെ വ്യാപിക്കുകയാണ്. അശാന്തരും ബലഹീനരുമായ ആത്മാക്കൾ ശാന്തിയും ശക്തിയും സ്വീകരിച്ച് അവരുടെ ശാന്തിയാകുന്ന ആത്മധർമ്മത്തിൽ സ്ഥിതി ചെയ്യട്ടെ. ശക്തി സമ്പന്നമായി മാറട്ടെ.